ഹായ് ഫ്രണ്ട്സ്, GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? പ്രഭിനൊക്കെ ഇരിക്കുന്നു, ഹാപ്പിയാണ്, സന്തോഷമായിരിക്കുകയാണ്. മെഡിസിനൊക്കെ കഴിച്ചിട്ട് അവൻ അങ്ങനെ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഒരുപാട് താങ്ക്സ്, നന്ദി അറിയിക്കുകയാണ് ഈ നിമിഷം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ള എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയൊരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. ഒരു ഉപദേശമായിട്ട് എടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഫ്രണ്ടിൻ്റെ ഒരു കാര്യമാണ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. അപ്പോൾ എനിക്കത് അവൾക്കൊരു ചെറിയൊരു ഉപദേശമായിട്ട് എൻ്റെ വീഡിയോയിൽ കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തെ നമ്മുടെ പാർട്ട്ണറിനെ അടിക്കാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ അവകാശം തല്ലാനില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സ്വന്തം മക്കളായ പോലും തല്ലാൻ അവകാശമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രീതി. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കുക, മാക്സിമം നമ്മൾ അങ്ങനെയാണ് ചെയ്യാം. മാക്സിമം എത്രമാത്രം അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ അത്രയും മാത്രം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും. അതിലൊന്നും കേട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വടിയെടുത്ത് നമ്മൾ രണ്ടടി അടിക്കാറുണ്ട്, ഇല്ലെന്നല്ല, നമ്മൾ മക്കളെ തല്ലാറുമുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് പൊതുവെ അതൊരു ശീലമാക്കി നമ്മൾ വയ്ക്കാറില്ല അല്ലേ? നമ്മൾ സ്നേഹത്തോടെ എത്രമാത്രം അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ തിരുത്തിയെടുക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ അതിന് വേണ്ടിയിട്ടേ ശ്രമിക്കുകയുള്ളൂ. ഞാൻ ഇപ്പോൾ പറയാൻ വന്നത് അതൊന്നുമല്ല. നമ്മുടെ പാർട്ട്ണർ നമ്മളെ തല്ലുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ തല്ലിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ നല്ലപോലെ ഇരുന്ന് ആലോചിക്കുക, ചിന്തിക്കുക. കൂട്ടി ഗുണിച്ച് കുറച്ച് ഹരിച്ച് എല്ലാം കൊണ്ട് നമ്മൾ നോക്കുക. ആ തല്ലിന് നമ്മൾ അർഹരാണെങ്കിൽ, അതായത് നമ്മളാണ് ആ തെറ്റുകാരാണെങ്കിൽ ആ തെറ്റ് തിരുത്തി നമ്മൾ മുന്നോട്ട് പോവുക. നേരെ തിരിച്ച് കൂട്ടിയിട്ടും ഗുണിച്ചിട്ടും കുറച്ചിട്ടും ഹരിച്ചിട്ടും എല്ലാം നമ്മൾ എന്ത് ചെയ്താലും ആ തെറ്റ് നമ്മുടെ പക്ഷത്തല്ല എന്നുണ്ടെങ്കിൽ ആ ഒറ്റ തല്ലോടെ അവിടെ നിർത്തുക. അല്ലെങ്കിൽ ഈ ജീവിതകാലം മൊത്തം നമ്മളവിടെ അവരുടെ ഒരു ചെണ്ടയായി മാറും. ഇത് 100% ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ നല്ലപോലെ ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾ നോക്കുക. എത്ര ഹരിച്ചാലും ഗുണിച്ചാലും കുറച്ചാലും നിങ്ങൾക്ക് ഉത്തരം നിങ്ങളുടെ തെറ്റല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അവിടെ ഒരു തല്ലോടെ നിർത്തുക. അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾ അവരുടെ ഒരു ചെണ്ടയായി മാറും. അതിൽ ഏതൊരുവിധ തർക്കവുമില്ല എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള. നിങ്ങൾ നല്ലപോലെ ചിന്തിക്കുക, ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന്. അപ്പോൾ എന്തായാലും അത് നിങ്ങളുടെ അഭിപ്രായം, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് വഴി നിങ്ങൾ രേഖപ്പെടുത്തുക. എന്തായാലും ഞാനത് അപ്സെറ്റ് ചെയ്യും കേട്ടോ. കാരണം എനിക്കും കൂടെ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാനത് അപ്സെറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളതെന്ന് വെച്ചാൽ അത് കമൻറ്റ് വഴി അറിയിക്കുക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.